വൈദ്യുതി ഭവന് മുന്നിൽ സമരാഗ്നി. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ നടത്തിയത്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ സമരാഗ്നി നടത്തി. DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് ഷിജിത് ചേളന്നൂർ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി K. രാജേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി M. നസീർ, ജോയിന്റ് സെക്രട്ടറി KK രഞ്ജിത്ത്, സംസ്ഥാന സമിതി അംഗം TVP സുരേഷ് ബാബു, ജില്ലാ പ്രസിഡന്റ് K. ദാമോദരൻ, സെക്രട്ടറി K. സദാശിവൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിൽ പയമ്പ്ര, ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റ് U. സൂരജ്, ഡിവിഷൻ കോർഡിനേറ്റർ റഷീദ് കക്കുഴി, ട്രഷറർ MC ജയേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മൾക്ക് കിട്ടേണ്ട 18% കുടിശ്ശികയാണ് DA. അതുപോലെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി വർക്കേഴ്സുള്ള പ്രൊമോഷൻ, മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തടഞ്ഞു വെച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റും ഇടതുപക്ഷ സംഘടനകളും മാനേജ്മെൻറ്റും ചെയ്യുന്ന ധിക്കാരമായ നടപടികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് കോഴിക്കോട് ഡിവിഷന് മുന്നിൽ നടത്തുന്നത്. പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ഉയർത്തുന്ന മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് മണിയാർ ജലവൈദ്യുതി പദ്ധതി KSEB ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഈ പദ്ധതി KSEB ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു 3 കോടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള ഈ ജലവൈദ്യുത പദ്ധതി 18 കോടി രൂപയോളം KSEBക്ക് വരുമാനമായി ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഈ പദ്ധതി ഇന്ന് വരെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. ഇതിൽ ഒരു ഒളിച്ചുകളി നടക്കുകയാണ്. ഇത് സർക്കാർ ഏറ്റെടുത്ത് KSEBക്ക് കൈമാറണമെന്ന് തന്നെയാണ് നമ്മുടെ സംഘടനയ്ക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.